നമസ്കാരം. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ? വചനഭാഗമെല്ലാം വായിക്കുന്നുണ്ടല്ലോ അല്ലേ? വചനം പഠിക്കുന്നതിൽ താല്പര്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കണം എല്ലാവരും. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, കൈകൊടുക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, കരുണയുള്ള കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടി ഓൺലൈനിലൂടെ സൺഡേ സ്കൂൾ പഠനം സാധ്യമാക്കി നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്ന കർത്താവെ, ഇന്നത്തെ ക്ലാസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കൃപയിൽ തന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന അടിയനെയും ശക്തീകരിക്കണമേ കർത്താവെ. ഈ ഓൺലൈൻ സൺഡേ സ്കൂൾ പഠനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും ദൈവാത്മാവിനെ നിറയ്ക്കണമേ. ക്ലാസ്സിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവിക സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. സകലവും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ക്രിസ്തേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. നമ്മൾ ഇതുവരെ 12 പാഠങ്ങൾ പഠിച്ചു അല്ലേ? ഈ 12 പാഠങ്ങളിലും നമ്മൾ യേശുവിൻ്റെ പല ശിഷ്യന്മാരെയും ബൈബിളിലെ പല വ്യക്തികളെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പല പ്രമുഖ വ്യക്തികളെയും കുറിച്ച് അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യത്വം വഹിച്ച മറ്റ് ചില വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ 12 പാഠങ്ങളിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് യേശുവിൻ്റെ ശിഷ്യയായിരുന്ന ഒരു വനിതയെക്കുറിച്ച്, ഒരു സ്ത്രീയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ ഉപദേശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് നല്ല സാക്ഷിയായി ജീവിച്ച ഒരു വനിതയായിരുന്നു. ആരറിയാമോ? തബീത. ആരാണ്? തബീത. തബീതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഈ പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 36 മുതൽ 43 വരെയുള്ള വചനങ്ങളുടെ സംഗ്രഹമായിട്ടാണ് നമ്മുടെ പാഠഭാഗം. അവിടെയാണ് തബീത എന്ന സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വളരെ ഒരു ചുരുങ്ങിയ പാഠഭാഗമാണെങ്കിലും വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന വളരെ സദ്ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു തബീത. തബീത എന്ന വാക്കിൻ്റെ അർത്ഥം മാൻപേട എന്നാണ്. ബൈബിളിൽ പേടമാൻ എന്ന് എഴുതിയിരിക്കുന്നു. മാൻപേട അല്ലെങ്കിൽ പേടമാൻ എന്നതാണ് തബീത എന്ന വാക്കിൻ്റെ അർത്ഥം. തബീതയുടെ നാട് യോപ്പ പട്ടണമായിരുന്നു. എവിടെയായിരുന്നു തബീതയുടെ നാട്? യോപ്പ. യോപ്പ പട്ടണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദക്ഷിണ പാലസ്തീൻ നഗരത്തിൽ രാജ്യത്തിലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു യോപ്പ. ദക്ഷിണ പാലസ്തീനിലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു യോപ്പ. യോപ്പ ഇന്ന് അറിയപ്പെടുന്നത് ജാഫ എന്ന പേരിലാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് യോപ്പ. യോപ്പയിലെ ഓറഞ്ച് പോലെയുള്ള ഫലങ്ങൾ, വൃക്ഷങ്ങൾ നട്ടു വളർത്തുകയും അതിനെ സംസ്കരിക്കുകയും ചെയ്യുന്ന വലിയ വ്യവസായം തന്നെ ഇന്നും ഉണ്ട്. ഏത് പട്ടണമാണ്? യോപ്പ. ഇന്ന് അറിയപ്പെടുന്നത് ജാഫ എന്ന പേരിലാണ്. അങ്ങനെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പട്ടണമായ യോപ്പയിലാണ് തബീത താമസിച്ചിരുന്നത്. തബീതയുടെ നാട് ഏതാണ്? യോപ്പ പട്ടണമാണ് തബീതയുടെ നാട്. തബീത എന്ന വാക്കിൻ്റെ അർത്ഥം മാൻപേട അല്ലെങ്കിൽ പേടമാൻ എന്നാണ് തബീത എന്ന വാക്കിൻ്റെ അർത്ഥം. തബീത യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു. ആരാണ് ശിഷ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ? പുരുഷന്മാരെ നമ്മൾ ശിഷ്യൻ എന്ന് പറയും, സ്ത്രീകളെ എന്ത് പറയും? ശിഷ്യ. യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു തബീത. ആരാണ് ഒരു ശിഷ്യൻ എന്ന് പറയുന്നത്? യേശുവിൻ്റെ ഒരു യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും യേശുവിൻ്റെ ഒരു പിൻഗാമി എന്ന് പറയാം. യേശുവിനെ അനുഗമിക്കുകയും യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും നല്ല സാക്ഷിയായി, ഉത്തമ സാക്ഷിയായി കൽപ്പനകൾ അനുസരിച്ച് ജീവിതം അടുക്കും ചിട്ടയും കൂടെ നയിക്കുന്നവരെയാണ് ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യ എന്ന് പറയുന്നത്. തബീത യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു എന്ന് പറയുമ്പോൾ
യേശുവിൻ്റെ യേശുവിനെ അനുഗമിച്ചവൾ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു പിൻഗാമി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൾ, കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവൾ, കൽപ്പനകൾ തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ സാക്ഷീകരിച്ചവളായിരുന്നു തബീത. നമുക്കറിയാം എത്ര കൽപ്പനകളുണ്ട്? 10 അല്ലേ? 10 കൽപ്പനകളുടെയും സാരാംശം എന്താണ്? സ്നേഹമാണ് അല്ലേ? ദൈവിക സ്നേഹവും സഹോദര സ്നേഹവുമാണ് കൽപ്പനകളുടെ സാരാംശം. അപ്പോൾ ഇവിടെ തബീത ദൈവത്തെ വളരെയധികം സ്നേഹിച്ചു. അതുപോലെ അവൾ എന്ത് ചെയ്തു? സഹോദരങ്ങളെയും സ്നേഹിച്ചു. ദൈവിക സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തവളായിരുന്നു തബീത. സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ വളരെയധികം മുൻപന്തിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു തബീത. തബീതയുടെ ജോലി തയ്യൽ പണിയായിരുന്നു. തയ്യൽ പണി നമുക്കറിയാം അല്ലേ? തുണി തയ്ക്കുന്ന ജോലിയായിരുന്നു തബീതയ്ക്ക്. വളരെ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഒരു ജോലി. പക്ഷേ അവൾക്ക് ലഭിക്കുന്ന ഈ തുച്ഛമായ വരുമാനം കൊണ്ട് അവളുടെ സമൂഹത്തെ, സ്ത്രീജനങ്ങളെയും പ്രത്യേകിച്ച് വിധവകളെ എല്ലാം പരിപോഷിപ്പിക്കുന്നതിന്, അവരെ സഹായിക്കുന്നതിന്, അവർക്ക് വേണ്ട കുപ്പായങ്ങളും മറ്റുടുപ്പുകളും തയ്ച്ചു കൊടുക്കുന്നതിനെല്ലാം തബീത താല്പര്യം കാണിച്ചു. തൻ്റെ സമൂഹത്തിലെ മറ്റ് സ്ത്രീജനങ്ങളെല്ലാം അവൾ വളരെയധികം എന്ത് ചെയ്തു? സഹായിച്ചിരുന്നു. അപ്പോൾ സഹോദര സ്നേഹം അവൾ പ്രകടമാക്കി. തൻ്റെ ജീവിതത്തിലൂടെ സഹോദര സ്നേഹം അവൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് പോലും മറ്റുള്ളവരെ കരുതുവാൻ അവൾ പഠിച്ചു. അല്ലേ? വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ കൊടുപ്പിന് എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരളവിൽ നമ്മുടെ മടിയിൽ തരുമെന്നാണ്. നമ്മൾ പൂർണ്ണ മനസ്സോടെ കൊടുക്കുക. നമുക്കുള്ള സമ്പത്ത് നമുക്ക് വേണ്ടി മാത്രം അനുഭവിക്കാനുള്ളതല്ല. നമ്മുടെ ചുറ്റുപാടും ധാരാളം മക്കളുണ്ട്, അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടല്ലേ? അവർക്ക് വേണ്ടി എല്ലാം നമ്മുടെ ധനം, നമ്മുടെ സമ്പത്ത് നമ്മൾ അവർക്കൂടെ വേണ്ടി പങ്കുവയ്ക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാവുകയുള്ളൂ. യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങളെല്ലാം അവൾ കേട്ടിട്ടുണ്ട്. അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവളാണ്. യേശുവിൻ്റെ നല്ല പ്രവർത്തികൾ ജീവിതത്തിലൂടെ സാക്ഷീകരിച്ചവളായിരുന്നു തബീത അല്ലേ? അപ്പോഴത്തെ സൽപ്രവർത്തി എന്താ? സൽപ്രവർത്തി എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും കറ്റേസ്മസിലൊക്കെ അല്ലേ? 10 കൽപ്പന പ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും സഹോദരനും വേണ്ടി ഒരു ദൈവ പൈതൽ വിശ്വാസത്തിൽ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും വിചാരിക്കുന്നതെല്ലാം ദൈവം പ്രസാദിക്കുന്ന സൽപ്രവർത്തിയാണ്. നമ്മൾ കറ്റേസ്മസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെല്ലാം, അവരുടെ സ്നേഹത്തെ അവരെ കരുതുന്നത് ദൈവം പ്രസാദിക്കുന്ന സൽപ്രവൃത്തിയാണ്. ഇവിടെ തബീത നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നവളായിരുന്നു. ആ സമൂഹത്തിലെ ജനങ്ങൾക്കെല്ലാം തബീതയെ വളരെയധികം ഇഷ്ടമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തബീതയ്ക്ക് ഒരു രോഗം പിടിപെട്ട് തബീത മരിക്കുകയാണ്. പക്ഷെ തബീതയെക്കുറിച്ച്, അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും വളരെയധികം ഒരു സാധു സ്ത്രീ തന്നെയായിരിക്കും തബീത. തയ്യൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഒരു സ്ത്രീയാണ്. പക്ഷെ ആ ഒരു സാധാരണ വരുമാനത്തിൽ നിന്നുകൊണ്ട് പോലും അനേക സ്ത്രീകളെ കരുതുവാനും അവരുടെ സ്നേഹം പങ്കുവറ്റുവാനും എല്ലാം തബീതയ്ക്ക് സാധിച്ചു. തബീത പെട്ടെന്ന് മരിക്കുകയാണ്, രോഗം പിടിപെട്ട് മരിക്കുകയാണ്. ആ സമൂഹത്തിലെ സ്ത്രീജനങ്ങളും മറ്റു ജനങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ചു, ഭാരപ്പെട്ടു. അവരെന്ത് ചെയ്തു? തങ്ങളെ സഹായിച്ച, തങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട തബീത മരിച്ചുപോയി. അവർ വളരെയധികം നിലവിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് യോപ്പായ്ക്ക് സമീപത്ത് ലുദ്ദ എന്ന പട്ടണത്തിൽ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് ഉണ്ട് എന്നിവരറിഞ്ഞത്. പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ ധാരാളം രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഈ യോപ്പ പട്ടണത്തിലെ ആൾക്കാർക്ക് അറിയാമായിരുന്നു. അങ്ങനെ 2 പേർ ലുദ്ദയിലേക്ക് പോയി പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ തബീത മരിച്ചു. ആ മരിച്ച ശവശരീരം അവർ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. പത്രോസ് കടന്നു വന്നപ്പോൾ ഈ സ്ത്രീകൾ, വിധവകളായ സ്ത്രീകളുണ്ട്, മറ്റു സ്ത്രീകളെല്ലാം നിലവിളിച്ച് കരയുകയാണ്. തങ്ങളുടെ തബീതയെ തങ്ങൾക്ക് വേണം. അവർക്ക് തുന്നിക്കൊടുത്ത കുപ്പായങ്ങളും ഉടുപ്പുകളും എല്ലാം എടുത്ത് അവരിങ്ങനെ പത്രോസിനെ കാണിക്കുകയാണ്. അവരുടെ വിശ്വാസവും സ്നേഹവും കണ്ട പത്രോസ് എന്ത് ചെയ്തു? അവരെല്ലാം പുറത്താക്കി ആ മാളിക മുറിയിൽ കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.
പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം എന്ത് ചെയ്തു? പത്രോസിലൂടെ പ്രവർത്തിക്കുകയാണ്. തബീതയെ ഉയർപ്പിച്ചു. പത്രോസ് തബീതയോട് പറഞ്ഞു, തബീത എഴുന്നേൽക്കുക. തബീതയുടെ കൈ പിടിച്ച് അവൻ ഉയർത്തി. മരിച്ച തബീതയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി. തബീത ഉയർത്തപ്പെട്ടു. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നോക്കൂ ആ ജനങ്ങളുടെ വിശ്വാസം, അവരുടെ പ്രാർത്ഥന, അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പത്രോസിലൂടെ ഇവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. തബീതയെ ഉയർപ്പിച്ചു. മരിച്ച തബീത ഉയർത്തത് കണ്ട് ധാരാളം മക്കൾ, ആ ദേശത്തും സമീപത്തുമുള്ള ധാരാളം ആളുകൾ ക്രൈസ്തവ സഭയിലേക്ക്, ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കണ്ടോ തബീതയുടെ ആ പ്രവൃത്തി? ധാരാളം മക്കളെ യേശുവിലേക്ക് ചേർക്കുവാൻ അവർക്ക് സാധിച്ചു. എന്തുകൊണ്ടാണ് തബീത ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ തബീതയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ കണ്ണുനീർ വാഴ്ത്തിയത് നമ്മൾ ചിന്തിച്ചു അല്ലേ? അവൾ ധാരാളം സൽപ്രവർത്തികൾ ചെയ്തു. സൽപ്രവർത്തികൾ മാത്രം ചെയ്താൽ മതിയോ? ഇല്ല. യേശുവിനെ അവൾ രക്ഷിതാവായി സ്വീകരിച്ചു. തനിക്ക് ലഭിച്ച പാപമോചനം യേശു ക്രിസ്തുവിലൂടെ കിട്ടിയതിന് ആ രക്ഷകൻ അവൾ വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അതിനനുസരിച്ച് അവൾ എന്ത് ചെയ്തു? സൽപ്രവർത്തികളും ചെയ്തു. നോക്കൂ, ആ പ്രവൃത്തി കൊണ്ട് മരിച്ച തബീതയ്ക്ക് തൻ്റെ ജീവനെ തിരിച്ചു കിട്ടുകയാണ്. ആ തിരിച്ചു കിട്ടലിലൂടെ ധാരാളം മക്കൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പം തബീതയിലുള്ള എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മൾ പഠിച്ചത്? തബീത യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു. ശിഷ്യ എന്ന് പറയുമ്പോൾ തന്നെ അത് കുറേ ഗുണങ്ങളുണ്ടായിരുന്നു അല്ലേ? യേശുവിൻ്റെ പിൻഗാമി, പിന്നെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൾ, പിന്നെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവൾ, കൽപ്പനകൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല ചിട്ടയോടുകൂടിയ ജീവിതം നയിച്ചവളായിരുന്നു. പിന്നെ എന്ത് ചെയ്തു? അവൾക്കുണ്ടായിരുന്ന സമ്പത്ത്, അവളുടെ ധനം മറ്റുള്ളവർക്ക് വേണ്ടി കരുതി പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ മനസ്സുള്ളവളായിരുന്നു തബീത. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇല്ലേ? കൊറോണ വൈറസ് പിടിപെട്ട് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾ രോഗികളായി തീർന്നു അല്ലേ? കുടുംബങ്ങൾ പട്ടിണിയിലായി. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങൾ തന്നെ നിങ്ങളൊന്ന് നോക്കൂ. നേരത്തെ ഉണ്ടായിരുന്ന സമ്പത്തും അവരുടെ ജോലിയൊന്നും ഇല്ലാതെ പല കുടുംബങ്ങളും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ നമുക്ക് എന്താ ചെയ്യുവാൻ പറ്റുന്നത്? എല്ലാവർക്കും നമുക്കിപ്പോൾ ധനം കൊണ്ട്, നിങ്ങൾ കുട്ടികളാണ് അല്ലേ? നിങ്ങൾ ഈ കേൾക്കുന്ന ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മാത്രമല്ല, അത് നമ്മുടെ ജീവിത അന്ത്യം വരെയും നമ്മൾ പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് പറയാം ഇല്ലേ? നമുക്ക് കിട്ടുന്ന സൗഭാഗ്യം, സൗകര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കൂടെ വേണ്ടി പങ്കുവയ്ക്കുക. ഇവിടെ എന്താണ്? നമുക്ക് ധനം കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഈ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഉണ്ട്. കുടുംബമായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വ്യക്തിഗതമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന ഒരു ആരാധനയാണ്. ദൈവം പ്രസാദിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അർപ്പിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നു ഇല്ലേ? പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി അർപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കേണ്ട ആവശ്യമെന്ത്? നമ്മൾ കറ്റേസ്മസിൽ 200-ാമത്തെ ചോദ്യമാണ് നമുക്ക് ഈ പാഠഭാഗത്തിലുള്ളതാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് ലൂക്കോസ് വിശേഷം ഇല്ലേ? പ്രാർത്ഥന ദൈവത്തിൻ്റെ കൽപ്പനയും വാഗ്ദത്വമാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ ആവശ്യം, ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അർപ്പണമാണ് പ്രാർത്ഥന.
പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാണ് ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. തബീതയ്ക്ക് വേണ്ടി പത്രോസ് പ്രാർത്ഥിച്ചു ഇല്ലേ? തബീതയ്ക്ക് വേണ്ടി മറ്റ് ജനങ്ങൾ പ്രാർത്ഥിച്ചു. തബീത അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അവൾ സമർപ്പിച്ചത് കൊണ്ടാണ് അവൾക്ക് അവരെ എല്ലാം സഹായിക്കുവാൻ സാധിച്ചത്. ഈ നല്ല അംശങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഇതിനകത്തുള്ളൊരു മനപ്പാഠ വാക്യമുണ്ട്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മുടെ മനപ്പാഠ വാക്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പാഠഭാഗത്തിന്റെ സിലബസിന്റെ പുറകിലെ മനപ്പാഠ വാക്യത്തിൽ നമുക്കുണ്ട്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരാൾ വരുന്നത്, ഒരു പ്രമാണി വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ കർത്താവ് അവനോട് കുറേ ഗുണഗണങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ വാക്യമാണ് നമ്മുടെ മനപ്പാഠ വാക്യം. നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് പകുത്തു കൊടുക്കൂ, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇതാണ് നമ്മുടെ മനപ്പാഠ വാക്യം. വിശുദ്ധ ലൂക്കോസ് 13-ന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മുടെ മനപ്പാഠ വാക്യം. അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായല്ലോ. തബീതയിലൂടെ ഇന്ന് നമ്മൾക്ക് എന്തൊക്കെ ചിന്തകളാണ് നൽകിയത്? യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യയായിരുന്നു ഇല്ലേ? ആ യേശുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയവളായിരുന്നു തബീത. മറ്റുള്ളവരെ കരുതുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവളാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചവളായിരുന്നു തബീത. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ കാണുവാനും അവർക്ക് വേണ്ടി കരുതുവാനും ഇല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മളും ഈ തബീതയെ പോലെ യേശുവിൻ്റെ ശിഷ്യ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യൻ എന്ന പേരിന് അർഹരാകും. നമുക്കിന്ന് പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ പാഠത്തിലെ എക്സർസൈസ്, തബീതയുടെ ജോലി എന്തായിരുന്നു? എന്തായിരുന്നു തബീതയുടെ ജോലി? തയ്യൽക്കാരിയായിരുന്നു അല്ലെ? തയ്യലായിരുന്നു ജോലി. തബീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? തബീത എന്ന വാക്കിൻ്റെ അർത്ഥം മാൻപേട അല്ലെങ്കിൽ പേടമാൻ എന്നാണ് തബീത എന്ന വാക്കിൻ്റെ അർത്ഥം. മരിച്ചുപോയ തബീതയെ ആരുടെ പ്രാർത്ഥനയാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു? ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു ആരുടെ പ്രാർത്ഥനയാൽ? പത്രോസ്, യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ പ്രാർത്ഥനയാൽ. പത്രോസ് തബീതയുടെ ശവത്തിൻ്റെ നേരെ തിരിഞ്ഞ് എന്തു പറഞ്ഞു? തബീത എഴുന്നേൽക്ക. നിങ്ങൾ ആ വേദഭാഗം നന്നായിട്ട് വായിക്കണം. തബീത എഴുന്നേൽക്ക. പിന്നെ അടുത്തത് ശരിയോ തെറ്റോ എന്ന് എഴുതുക. ദരിദ്രനെ കുറിച്ച് കരുത്തുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശുഷ്കാന്തി ഉള്ളവരായി നാം വളരണം. ശരിയോ തെറ്റോ? ദരിദ്രരെ കുറിച്ച് കരുതലുള്ളവരും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശുഷ്കാന്തി ഉള്ളവരുമായി നാം വളരണം. ശരിയാണോ തെറ്റാണോ? ശരി അല്ലേ? പാപമോചനം ലഭിച്ച് ദൈവമക്കളായി തീർന്നവർ സൽപ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. ശരിയാണോ? തെറ്റ്. എന്നാൽ സൽപ്രവർത്തികൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയില്ല. സൽപ്രവർത്തികൾ മാത്രം മതിയോ? ഇല്ല. യേശുവിലുള്ള വിശ്വാസം, യേശുവാണ് എന്നെ വീണ്ടെടുത്തത്, എനിക്ക് പാപമോചനം നൽകിയ ആ രക്ഷകനിലൂടെ നമ്മൾ വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണം അല്ലേ? സൽപ്രവർത്തികൾ മാത്രം ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അത് ശരിയാണ്. തബീത സൽപ്രവർത്തികളും ദാനധർമ്മങ്ങളും ആർക്കും ചെയ്യാത്തവളായിരുന്നു. തെറ്റ് അല്ലേ? തബീതയെ ഉയർപ്പിച്ചത് പലരും ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണമായി. ശരി. ഉത്തരം എഴുതുക. ശിഷ്യൻ എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു അല്ലേ, ശിഷ്യൻ എന്ന വാക്കുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ പിൻഗാമി, പിന്നെ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുകയും യേശുവിനെ സാക്ഷീകരിക്കുകയും കൽപ്പനകൾ അനുസരിച്ച് അച്ചടക്കത്തോടെ ചിട്ടയായി ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് യേശുവിൻ്റെ ശിഷ്യ അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നത്. പത്രോസ് തബീതയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു?
പത്രോസ് ദബീദയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച, ദബീദയെ കുളിപ്പിച്ച് മാളിക മുറിയിൽ കിടത്തിയിരിക്കുന്നു അല്ലേ. അവളുടെ ചുറ്റും സ്ത്രീജനങ്ങളിൽ നിന്ന് നിലവിളിക്കുകയാണ്, ധാരാളം വിധവമാർ. എന്നിട്ട് അവരെന്താ, ദബീദ ചെയ്ത സൽപ്രവർത്തികൾ ഓരോന്നോരോന്നായിട്ട് വിളിച്ചു പറയുന്നു. അവൾ തയ്ച്ചു കൊടുത്ത കുപ്പായങ്ങളും ഉടുപ്പുകളും എല്ലാം എടുത്ത് കാണിക്കുകയാണ് ചെയ്തല്ലേ. ദബീദയെ ഞങ്ങൾക്ക് വേണം. അവർ പത്രോസിനെ കൊണ്ടുവന്നത് തന്നെ വേണ്ടിയാ. അവർക്കറിയാം യേശുവിൻ്റെ നാമത്തിൽ എന്താണ് അവളെ ഉയർപ്പിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ദബീദയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്താണ് ചർച്ച ചെയ്യാനാണ്. നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും. ദബീദയുടെ ജീവിതം നമുക്ക് നൽകുന്ന പാഠം എന്താണ്. വളരെ ഒരു ചെറിയ വേദഭാഗത്തിലാണ് ദബീദയെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ വലിയ വാക്യങ്ങളാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഓരോ വാക്യങ്ങളാണ്. ദബീദ യേശുവിൻ്റെ ഒരു ശിഷ്യയായിരുന്നു, ഒരു തയ്യൽക്കാരിയായിരുന്നു. എന്നിട്ട് പോലും അവൾ സമൂഹത്തിലുള്ള സ്ത്രീജനങ്ങളെ കരുതുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അല്ലേ, അവൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർക്ക് ഉടുപ്പുകൾ കൊടുക്കുവാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എല്ലാം അവളുടെ ജീവിതത്തിലൂടെ യേശുവിനെ സാക്ഷീകരിച്ചു. കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ചു, സഹോദരങ്ങളെ സ്നേഹിച്ചു അല്ലേ. അങ്ങനെ സൽപ്രവർത്തികൾ ചെയ്ത് ജീവിച്ചവളായിരുന്നു ദബീദ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന പാഠം. നമ്മുടെ ചുറ്റിനുമുള്ളവരെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ പോലെ കണ്ട് അവർക്ക് വേണ്ടി സഹായിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നത്, അല്ലെങ്കിൽ ശിഷ്യകളാകുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെയാണ്. എന്നെക്കുറിച്ച് എനിക്കൊരു ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുവാനും ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരുണ്ടാകാം. നമ്മൾ നല്ല പ്രവർത്തികൾ അവർക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ചും അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കുകയുള്ളൂ അല്ലേ. അപ്പം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ നല്ല ശിഷ്യന്മാരും ശിഷ്യകളുമായിട്ട് ജീവിക്കാം. നമ്മളെല്ലാവരെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.